ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ വാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമായ ദുഃഖവെള്ളിയിലാണ് നാം ആയിരിക്കുക. ഇന്ന് നാം ധ്യാനിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങളാണ്. യഹൂദരുടെ പുരോഹിത പ്രമുഖന്മാർ പിലാത്തോസിനോട് വന്ന് പറയുന്നുണ്ട്, യഹൂദരുടെ രാജാവ് എന്നല്ല, യഹൂദരുടെ രാജാവ് ഞാനാണ് എന്ന് അവൻ പറഞ്ഞു എന്നാണ് എഴുതേണ്ടത്. പിലാത്തോസ് നൽകുന്ന മറുപടി, ഞാൻ എഴുതിയത് എഴുതി. ഈശോയുടെ ക്രൂശീകരണം മുതൽ യുഗാന്ത്യം വരെയുള്ള എല്ലാ മനുഷ്യരും ഈശോ ആരാണെന്ന് അറിയേണ്ടതിന് പിതാവായ ദൈവം നിശ്ചയിച്ച പദ്ധതി പ്രകാരമായിരുന്നു അങ്ങനെയെല്ലാം സംഭവിച്ചത്. എഴുതിയത് മാറ്റാൻ പിലാത്തോസ് തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഞാൻ എഴുതിയത് എഴുതിയെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഉറപ്പിക്കുകയും ചെയ്തു. ഈശോയുടെ കുരിശിന് മുകളിൽ എഴുതി വച്ചിട്ടുള്ള ലത്തീൻ ഭാഷയിലെ ചുരുക്കെഴുത്തായ INRI, യേസൂസ് നസറിനൂസ് റെക്സ് യൂദയേരും, മറ്റാരുടെയും സഹായമില്ലാതെ കുരിശിൽ ആരാണ് ഉള്ളതെന്ന് ലോകമെങ്ങും പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ മലയാള പരിഭാഷ പ്രകാരമാണ് യൂതന്മാരുടെ രാജാവായ നസ്രായനീശോ. ലത്തീൻ ഭാഷയ്ക്ക് പുറമെ ഗ്രീക്ക് ഭാഷയിലും എബ്രായ ഭാഷയിലും എഴുതിയിരുന്നു എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 20-ാം തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. ഈ 3 ഭാഷകളും അന്ന് അവിടെ ഉപയോഗിക്കേണ്ടത് ആവശ്യമായിരുന്നു. ഈ ഭാഷകൾ സംസാരിച്ചിരുന്ന ഇടങ്ങളിൽ നിന്നുള്ളവരായിരുന്നു അന്നവിടെ ഈശോയുടെ ക്രൂശുമരണത്തിന് സാക്ഷികളായിരുന്നവർ. കുരിശിൽ ആരാണുള്ളത് അങ്ങനെ എല്ലാവരും തിരിച്ചറിഞ്ഞു. അന്നു മുതൽ ഇന്ന് വരെ ലോകമെങ്ങുള്ള സകല മനുഷ്യരും തിരിച്ചറിയുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈശോ ദൈവമാണ്, ദൈവപുത്രനാണ്, രാജാവുമാണ്. ഇന്ന് ലോകത്തിലുള്ള ജനങ്ങൾ ധാരാളം ദൈവങ്ങളെ ആരാധിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ കുരിശിൽ തൂങ്ങി നിൽക്കുന്ന ഏക സത്യ ദൈവമായ യേശുവിനെയും മറ്റ് ദൈവങ്ങളെയും ശ്രദ്ധിക്കുമ്പോൾ ചില സവിശേഷതകൾ തിരിച്ചറിയാനാകും. മറ്റെല്ലാ ദൈവങ്ങൾക്കും സിംഹാസനങ്ങളുണ്ട്, കിരീടമുണ്ട്, ചെങ്കോലുണ്ട്, പ്രൗഢിയോടെ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. അവർ സജീവമായി സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന ചിത്രങ്ങൾ നാം കാണുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കുരിശിൽ കിടക്കുന്ന ഈശോയെ ഒന്ന് നോക്കുക. ഈശോയുടെ സിംഹാസനം കുരിശാണ്. കിരീടമുണ്ട്, പക്ഷേ അത് മുള്ളുകൾ കൊണ്ടുള്ളതാണ്. ചെങ്കോൽ പിടിക്കാൻ പറ്റില്ല. കൈകളും കാലുകളും ആണികൾ അടിച്ച് നിശ്ചലമാക്കിയിരിക്കുകയാണ്. ദേഹമാസകലം മുറിവുകളാണ്. നഗ്നനാണ്. കുരിശിൽ മരിച്ചു കിടക്കുകയാണ്. ഈ അവസ്ഥയിൽ ഈശോ പ്രഘോഷിക്കുന്നത് വൻ വിജയമാണ്. സാത്താൻ്റെ മേൽ ആധിപത്യമുറപ്പിച്ച വൻ വിജയം. പിതാവായ ദൈവം വാഗ്ദാനം ചെയ്ത മനുഷ്യരക്ഷ സാധ്യമാക്കിയ വിജയം. ആ വിജയം പൂർത്തിയാകുന്നത് വർഷങ്ങൾക്ക് ശേഷമായിരിക്കുമെന്ന് സക്കറിയ പ്രവാചകൻ മുൻകൂട്ടി അറിയിച്ചിട്ടുമുണ്ട്. അന്ന് ശത്രുക്കളെല്ലാം നശിപ്പിക്കപ്പെടും. കർത്താവ് തിരഞ്ഞെടുത്തവരെ ഒരുമിച്ച് ചേർക്കുകയും ചെയ്യും. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 9-ഉം 10-ഉം തിരുവചനങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അന്ന് ഞാൻ ജെറുസലേമിനെതിരെ വരുന്ന സകല ശത്രുക്കളെയും നശിപ്പിക്കും. ഞാൻ ദാവീദ് ഭവനത്തിൻ്റെയും ജെറുസലേം നിവാസികളുടെ മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. അപ്പോൾ തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്ന പോലെ അവർ കരയും. ആദ്യജാതനെ പ്രതി എന്ന പോലെ ദുഃഖത്തോടെ വിലപിക്കും. യോഹന്നാൻ ശ്ലീഹ കാണുന്ന കാഴ്ചയും അതുതന്നെ. ഇനിയും സംഭവിക്കാനിരിക്കുന്ന അവസാന നാളുകളെക്കുറിച്ചുള്ള ദർശനത്തിൽ വെളിപാട് പുസ്തകം 1-ാം അധ്യായം 7-ാം തിരുവചനം, ഇതാ അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു. ഓരോ മിഴിയും അവിടത്തെ കാണും. അവനെ കുത്തിമുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും അവനെ ദർശിക്കും. പ്രിയമുള്ളവരെ, ഈശോയുടെ കുരിശുമരണം അനുസ്മരിക്കുന്ന ഈ ദിനം പിതാവായ ദൈവത്തിന് ഹൃദയപൂർവ്വം നമുക്ക് നന്ദി അർപ്പിക്കാം. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനത്തിലുള്ളത്. മനുഷ്യൻ ദൈവകൽപ്പന ലംഘിച്ച് പാപം ചെയ്ത് തനിക്കും പിൻതലമുറക്കാർക്കും മേൽ കഷ്ടത വരുത്തി വച്ചെങ്കിലും താൻ സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം പരിത്യജിക്കുന്നില്ല. മനുഷ്യരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് എളിമയും സ്നേഹവും മാത്രമാണ്. നിത്യമായ ജീവിതത്തിൽ കർത്താവിനോടുകൂടെ ആയിരിക്കേണ്ടതിന് നാം അനുവർത്തിക്കേണ്ട എളിമയുടെയും സഹനത്തിൻ്റെയും മാതൃക പീഡാസഹനത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. ഈശോയുടെ വീണ്ടെടുപ്പിൻ്റെ രീതി എപ്രകാരമായിരിക്കുമെന്നും ആ സമയത്ത് അധികാരികളും ജനങ്ങളും ഈശോയോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുകയെന്നും അത് സംഭവിക്കുന്നതിന് 800 വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്. യെശയ്യായുടെ പുസ്തകം 53-ാം അധ്യായം
7-ാം തിരുവചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 61-ാം തിരുവചനത്തിൽ പ്രധാന പുരോഹിതന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഈശോ നിശബ്ദനായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതും ഇതുതന്നെയാണ്. പിലാത്തോസിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഈശോ നിശബ്ദനായിരുന്നു. എല്ലാ പൂർണ്ണതയിലും സൃഷ്ടിക്കപ്പെട്ട ദൈവപുത്രൻ തിരിച്ചറിയുവാൻ പറ്റാത്ത വിധം വിരൂപനാക്കപ്പെട്ടു. യെശയ്യായുടെ പുസ്തകം 52-ാം അധ്യായം 14-ാം തിരുവചനം: അവനെ കണ്ടവർ അമ്പരന്ന് പോയി. മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരുന്നു. അവൻ്റെ രൂപം മനുഷ്യൻ്റേതല്ല. ജനത്തിനു മുൻപിൽ ഈശോയെ നിർത്തിയിട്ട് പിലാത്തോസ് പറയുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: മുൾക്കിരീടവും ചമന്ന മേലങ്കിയും ധരിച്ച് യേശു പുറത്തേക്ക് വന്നു. അപ്പോൾ പിലാത്തോസ് അവരോട് പറഞ്ഞു: ഇതാ മനുഷ്യൻ. ഒരു മനുഷ്യന് സഹിക്കാവുന്നതിലേറെ നിന്ദനങ്ങളും പീഡനങ്ങളും ഈശോ സഹിച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ പറയുന്നു: അടിച്ചവർക്ക് പുറവും താടിമീശ ഭരിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്ദയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 65-ാം തിരുവചനത്തിൽ ജനങ്ങൾ ഈശോയെ അഭിമുഖീകരിക്കുന്ന രീതിയാണ് വിവരിക്കുന്നത്. ചിലർ അവനെ തുപ്പാനും അവൻ്റെ മുഖം മൂടിക്കെട്ടി മുഷ്ടി കൊണ്ടിടിക്കുവാനും നീ പ്രവചിക്കുക എന്ന് അവനോട് പറയാൻ തുടങ്ങി. ഭൃത്യന്മാർ അവൻ്റെ ചെകിട്ടത്തടിച്ചു. യാതൊരു തെറ്റും ചെയ്യാത്ത ഈശോയുടെ മേൽ ഇല്ലാത്ത കുറ്റങ്ങൾ ആരോപിക്കപ്പെടുകയും കൊടും കുറ്റവാളികൾക്കൊപ്പം പരിഗണിക്കപ്പെടുകയും ചെയ്തു. യെശയ്യായുടെ പുസ്തകം 53-ാം അധ്യായം 9-ാം തിരുവചനം: അവൻ ഒരതിക്രമവും ചെയ്തില്ല, അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ ഈശോയുടെ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള വിവരണം നാം വായിക്കുന്നുണ്ട്. അവിടെ അവർ അവനെ ക്രൂശിച്ചു, അവനോടൊപ്പം മറ്റു 2 പേരെയും. യേശുവിനെ മധ്യത്തിലും അവരെ ഇരുവശങ്ങളിലുമായി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 32-ാം തിരുവചനത്തിൽ പറയുന്നു: കുറ്റവാളികളായ മറ്റു 2 പേരെ കൂടി അവനോടൊപ്പം വധിക്കുവാൻ അവർ കൂട്ടിക്കൊണ്ടുപോയി. നമ്മുടെ വീണ്ടെടുപ്പിനായി പിതാവായ ദൈവം നിശ്ചയിച്ച വഴി അതായിരുന്നു. ശിക്ഷയിൽ നിന്ന് മനുഷ്യൻ വീണ്ടെടുക്കപ്പെടുമെന്ന് സാത്താൻ അറിയാമായിരുന്നു. പിതാവായ ദൈവം നൽകിയ വാഗ്ദാനമായിരുന്നു അത്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു വീണ്ടെടുപ്പ് സാത്താൻ്റെ ചിന്തയ്ക്ക് അതീതമായിരുന്നു. ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ ഈശോയെ കുരിശിൽ തറച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്താൽ എല്ലാം അവസാനിക്കുമെന്ന് അവൻ കരുതി. പുരോഹിതരെയും നിയമജ്ഞരെയും അതിനായി അവൻ പ്രേരിപ്പിച്ചു. എന്നാൽ ശാപത്തിൻ്റെ അടയാളമായി അതുവരെയും കരുതപ്പെട്ടിരുന്ന കുരിശ് രക്ഷയുടെ അടയാളമായ വിശുദ്ധ കുരിശായി മാറി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്, എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിക്കുകയും ചെയ്തെന്ന് നാം കരുതി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 42-ാം തിരുവചനത്തിൽ ഈശോയെ ക്രൂശിച്ചവർ പരിഹസിക്കുന്നുണ്ട്. അവർ ഇപ്രകാരം പറയുന്നു: ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ രക്ഷിക്കുവാൻ ഇവന് സാധിക്കുന്നില്ല. രക്ഷാകര പദ്ധതിയിൽ പരിശുദ്ധ അമ്മയ്ക്കുള്ള സ്ഥാനത്തെക്കുറിച്ച് ഈ സമയം നാം ധ്യാനിക്കേണ്ടതായിട്ടുണ്ട്. ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെച്ച അവസരത്തിൽ ഈശോയെ കൈകളിൽ എടുത്തുകൊണ്ട് ശിമിയോൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു: നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും. ഈശോ സഹിച്ച നിന്ദനങ്ങളും പീഡനങ്ങളും അപമാനങ്ങളും മാതാവിൻ്റെ ഹൃദയത്തെ കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു. കുരിശിൽ തറക്കുന്നതിന് മുൻപ് ഈശോയുടെ വസ്ത്രമെല്ലാം ഉരിഞ്ഞു മാറ്റിയപ്പോൾ നഗ്നത മറക്കുവാൻ ഈശോ ഒരു തുണി ഉപയോഗിച്ചു. ആ തുണി മാതാവിൻ്റെ ശിരോവസ്ത്രമായിരുന്നു. ആംസ്റ്റർഡാമിൽ സകല ജനപദങ്ങളുടെയും നാഥ എന്ന പേരിൽ ഈഡ പീഡമാൻ എന്ന വനിതയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ മാതാവ് അതേപ്പറ്റി വെളിപ്പെടുത്തുന്നുമുണ്ട്. അരയിൽ ഒരു തുണി ചുറ്റിയിരുന്ന വിധത്തിലായിരുന്നു ഈഡ പീഡമാന മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. കുരിശിൽ തൂങ്ങി നിൽക്കുന്ന ഈശോയുടെ അരയിൽ ചുറ്റിയിരുന്ന തുണിയാണ് അത് എന്ന് മാതാവ് ഈഡയോട് പറയുന്നുണ്ട്. കാൽവരിയിലെ രംഗങ്ങൾ ദർശനത്തിൽ കാണുന്ന മരിയ വാൾത്തോർത്ത ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതി എന്ന പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്ന പ്രകാരമാണ്: കുറ്റവാളികളോട് വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റുവാൻ പട്ടാളക്കാർ ആവശ്യപ്പെട്ടു. നിർദ്ദേശിച്ചതുപോലെ കവർച്ചക്കാർ പ്രവർത്തിച്ചു. അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന മറിയം തൻ്റെ ശിരോവസ്ത്രമൂരി പട്ടാളത്തലവനായ ലോങ്കിനൂസിന് കൊടുക്കുവാൻ നിർദ്ദേശിച്ചുകൊണ്ട് യോഹന്നാനെ ഏൽപ്പിക്കുന്നു. ഈശോ അത് വാങ്ങി നന്നായി അരയിൽ കെട്ടി ഉറപ്പിക്കുന്നു. ഇന്ന് ദുഃഖവെള്ളിയാഴ്ച ഈശോ സഹിച്ച പീഡകളെയും കുരിശുമരണത്തെയും ഹൃദയപൂർവ്വം നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടിയായിരുന്നു
ഈ സഹനം എന്ന് നമുക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ഇതുവരെ നാം കടന്നു വന്ന പാവവഴികളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി കടന്നു ചെല്ലാൻ നമുക്ക് മനസ്സ് വരില്ല. നിത്യമായ സ്വർഗീയ ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മ മങ്ങിപ്പോകാൻ നാം ഒരിക്കലും അനുവദിക്കരുത്. ഈശോയുടെ കുരിശ് എപ്പോഴും കൺമുൻപിൽ കണ്ണുകൊണ്ട് നമുക്ക് ജീവിക്കാം. കുരിശിൽ മാത്രമാണ് രക്ഷ. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിതനായ ഈശോയെ, ഞങ്ങൾ ധ്യാനിച്ച ഈ വചനഭാഗങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കട്ടെ. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കടന്നുപോയ സഹനത്തിൻ്റെയും വേദനയുടെയും കുരിശുമരണത്തിൻ്റെയും വഴികളിലൂടെ ഈ ദിനം സഞ്ചരിക്കുവാനും കുരിശിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷ സ്വന്തമാക്കുവാനും ഞങ്ങൾ കൃപയേകണമേ. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് സഹനത്തിൻ്റെ അവസ്ഥകളിൽ, സഹനത്തിൻ്റെ തീച്ചൂളയിൽ ചവിട്ടി നിന്നുകൊണ്ട് അങ്ങയെ പ്രഘോഷിക്കുവാനും അങ്ങനെ കുരിശിലൂടെ അങ്ങ് നേടിത്തന്ന നിത്യരക്ഷ സ്വന്തമാക്കുവാനും ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ഈശോയുടെ അതിദാ